ഇനി നമുക്കങ്ങ് അവൽ വിളയിച്ചാലോ? ഈ 1 കിലോ അവൽ അമ്മ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പം നമ്മൾ അവൽ നനയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ എന്നും ഇപ്പോൾ തേങ്ങയ്ക്കൊക്കെ നമുക്ക് നല്ല വിലയല്ലേ. അപ്പോൾ ഞാൻ കരുതി അവൽ വിളയിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങയുടെ ആവശ്യമില്ല. തേങ്ങ അവൽ വിളയിക്കുന്നതിന് ചേർക്കുന്നവരുണ്ട്, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ ബദ്രിക്കുട്ടൻ്റെ ബർത്ത്ഡേയുടെ ഐറ്റംസ് എല്ലാം ഇരിപ്പുണ്ടായിരുന്നു. എള്ള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇല്ലാതിരുന്നത്. അതമ്മ പുറത്ത് പോയിട്ട് വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ അവലൊന്ന് ജസ്റ്റ് വറുത്തായിരുന്നേ, ഒരുപാട് ചൂടാക്കരുത്, ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ട് പിന്നെ ബാക്കി നമ്മുടെ മുന്തിരിങ്ങയും കശുവണ്ടിയും എള്ളും പൊട്ടുകടലയും എല്ലാം തന്നെ ഞാൻ നെയ്യിലൊന്ന് വറുത്ത് മാറ്റി വെച്ചു. പിന്നെ നമ്മൾ ശർക്കര, ഒരു ഉണ്ട ശർക്കര എടുത്തായിരുന്നു, അത് ഉരുക്കിയെടുത്ത് അരിച്ചിട്ട് അത് ചൂടാക്കി അതിനകത്തിലൂടെ നമ്മുടെ ഏലക്ക ചതച്ചിട്ടു, ലേശം ജീരകപ്പൊടി ചേർത്തായിരുന്നു. എന്നിട്ട് അത് തിളച്ച് കഴിയുമ്പോൾ അവലും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സംഭവം റെഡിയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഫുഡാണ് നമ്മുടെ അവലെന്ന് പറയുന്നത്. അപ്പോൾ അവൽ വിളയിച്ച് കഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അവൽ നനച്ച് കഴിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ അവൽ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കാം. കടുക് വറുത്തിട്ട് പച്ചക്കറിയൊക്കെ വഴറ്റി അതിലേക്ക് അവലിട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് നമുക്ക് അവലുപ്പുമാവ് ഉണ്ടാക്കി കഴിക്കാം. ഏതായാലും ഹൈലി ന്യൂട്രീഷ്യസ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ധാരാളമായിട്ട് അയൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അനീമിയ, വിളർച്ചയുള്ളവർക്ക് ഏറ്റവും നന്നായിട്ട്, കുട്ടികൾക്ക് വിളർച്ച ഉണ്ടാകാതിരിക്കാനും നമുക്ക് കൊടുക്കാം. സ്കൂളിലൊക്കെ പോകുമ്പോൾ രാവിലെ വേണമെങ്കിൽ കൊടുക്കാം, അതേപോലെ വൈകിട്ട് വരുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഉപ്പുമാവായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. ഏതിനായാലും നല്ലത്. നമ്മൾ ഈ പാക്കറ്റിലുള്ള ഫുഡ് മേടിച്ച് വെച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനേ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പം ഞാനിങ്ങനെ കുറച്ചുണ്ടാക്കി വെച്ചു. ഇപ്പോൾ 1 കിലോയുടെ എന്ന് പറഞ്ഞാൽ അധികമൊന്നുമില്ല, എന്നാലും നമുക്ക് അത്യാവശ്യം ഒരു കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം കറക്റ്റ് കാണുമെന്ന് എനിക്കറിയില്ല. കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ 1 മാസം കണ്ടെന്ന് വരത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പല സ്നാക്സായിട്ട് ഇങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന സ്നാക്സുകൾ മാറി മാറി കൊടുക്കുകയാണെങ്കിൽ അത് കാണും. നമ്മൾ പിന്നെ കൂടുതലും രാവിലെ ഉണ്ടാക്കുന്ന ഫുഡ് തന്നെയായിരിക്കും, വൈകിട്ട് കാപ്പി തന്നെയായിരിക്കും നമ്മൾ വൈകിട്ട് വരുമ്പോഴും കുട്ടികൾക്ക് മോന് കൊടുക്കാറ്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. എന്തായാലും പാക്കറ്റ് ഫുഡ് ഒഴിവാക്കി ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുക. കൂടുതലും അവൽ നമ്മൾ നനച്ച് കഴിക്കും, അല്ലെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കും. ഈ ഒരു ഓപ്ഷൻ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ, അമ്മയ്ക്കും. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നത്, ഈ അവൽ നമ്മൾ വിളയിക്കുന്ന സമയത്ത് കശുവണ്ടിയും മുന്തിരിങ്ങയൊക്കെ നമ്മൾ ചേർക്കുകയാണെങ്കിൽ അത് ഒരുപാട് നാൾ ഇരിക്കത്തില്ല. കാരണം നമ്മൾ ഒരുപാട് നാൾ വെച്ചേക്കാനാണെങ്കിലും ഈ നെയ്യ് ഉപയോഗിക്കാൻ പാടില്ല. നെയ്യ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരുപാട് നാൾ ഇരിക്കത്തില്ല. നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി 1 കിലോയുടെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തീരും. ബാക്കി ഏറെ ക്വാണ്ടിറ്റി എടുക്കുന്നവർ സാധാരണ രീതിയിൽ ഇതൊന്നും ചേർക്കാതിരിക്കുന്നത് നല്ലത്. അതായത് നമുക്ക് എള്ളും പൊട്ടുകടലയൊക്കെ ചേർക്കാം, പക്ഷേ ഒന്നും നെയ്യിൽ വറുത്തൊന്നും ചേർക്കരുത്, ചൂടാക്കി തന്നെ നമുക്ക് ചേർക്കാം. പിന്നെ നമുക്ക് ഈ മുന്തിരിങ്ങയും കശുവണ്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അധികം നാൾ ഇത് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റില്ല. എന്തായാലും ഞങ്ങൾക്കത് കുറച്ച് ദിവസത്തേക്ക് ഇരുന്നാൽ മതിയല്ലോ, 1 കിലോ ഒരുപാട് ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. ഞാനിത് പാലപ്പത്തിൻ്റെ കൂടെയാണ് കഴിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും വീട്ടിലുണ്ടാക്കി നോക്കണം. മുതിർന്നവർക്കും കൊടുക്കാം, കുട്ടികൾക്കും കൊടുക്കാം. മധുരം ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് ഉപ്പുമാവായിട്ട് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് വീഡിയോ ആയിട്ട് കാണാമേ.